ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പം ഞാൻ രാവിലെ തന്നെ ഈ തേങ്ങയൊക്കെ ഒരുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇന്ന് കുക്കിംഗ് വീഡിയോ ആണെന്ന്. പക്ഷെ നിങ്ങൾക്ക് തെറ്റി, ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ഇന്ന് ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. ചെറിയ ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ ഞാനും എൻ്റെ ഒരു കസിനും കൂടെ പോവാണ് കേട്ടോ. അപ്പം അവൾ വയനാട്ടിലുള്ള കസിനാണ്, പക്ഷെ ആൾ തലശ്ശേരിയാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് നാട്ടിൽ പോകുന്ന വഴിക്ക് ഇവിടെ വരുന്നുണ്ട്, നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് ചോദിച്ചപ്പം എന്നാൽ പിന്നെ നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് ഞാനും പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾക്കാണെങ്കിൽ സ്കൂട്ടിയുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ പൊതിച്ചോറൊക്കെ സെറ്റാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് രാവിലെ തന്നെ. അപ്പോൾ പൊതിച്ചോറിന് വേണ്ടിയിട്ട് ചിക്കൻ വരട്ടിയത്, ചിക്കൻ പൊരിച്ചത്, പിന്നെ നമ്മുടെ മെയിൻ ചമ്മന്തി, മുട്ട പൊരിച്ചത്, ഉപ്പേരി, ബീട്രൂട്ടാണ് ഉപ്പേരി, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ റെഡിയാക്കി. അപ്പോഴത്തേക്കും പിന്നെ ത്രിജൂട്ടിനെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോഴത്തേക്കും അവളും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മയാണെങ്കിൽ വേഗം ഞാൻ പൊതിച്ചോറൊക്കെ സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും അമ്മ അത് കെട്ടി തന്നു. എനിക്ക് പൊതിച്ചോറ് പൊതിയുന്ന അങ്ങനെ അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ അറിഞ്ഞൂടാന്നല്ല, അതങ്ങനെ പെർഫെക്റ്റായിട്ട് കിട്ടാറില്ല, അത് ശരിയാവില്ല. അപ്പോൾ അവളാണെങ്കിൽ വേഗം അവൾക്ക് ഞാൻ ചായയൊക്കെ കൊടുത്തു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങളിവിടെ റെഡിയായി ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സൊക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവളിട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പിന്നെ നമ്മളങ്ങനെയാണല്ലോ. അപ്പോൾ എൻ്റെ ഒരു ടോപ്പ് അവൾക്കും കൊടുത്തു. അങ്ങനെ ഡ്രസ്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യണം. ഒരുപാട് പേര് പറയാറുണ്ട് കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയ പിന്നെ വീട്ടിൽ തന്നെ ആയിപ്പോയി അവനവന് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റാറില്ല എന്നൊക്കെ. പക്ഷേ ഒരു പരിധി വരെ അത് നമ്മുടെ തെറ്റായ ധാരണയാണ് കേട്ടോ. ഒരു ദിവസം നമ്മൾ നമ്മളെ പാർട്ട്ണറോടോ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരോടോ ആരോടെങ്കിലും പറയുകയാണ് ഇത്രയും ദിവസം നമ്മൾ ഈ ഒരു ഫാമിലിക്ക് വേണ്ടി ചിലവഴിച്ചു, അപ്പോൾ ഒരു ദിവസമെങ്കിലും എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണം, എനിക്ക് പുറത്ത് പോകണം. ഞാൻ തീരെ സമ്മതിക്കാത്തവരുടെ കേസാണ് പറയുന്നത്. അങ്ങനെ എന്നും ഇപ്പം എല്ലാ കാര്യങ്ങളിലൊക്കെ പോയി എൻജോയ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ പുറത്ത് പോകണമെന്ന് പറയാണ്, അപ്പോൾ പോകണ്ടാന്ന് ഇതാരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു റിലേഷൻഷിപ്പ് പിന്നെ ഒട്ടും ഹെൽത്തി അല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എല്ലാ ഫ്രീഡവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് അതുവരെ എൻജോയ് ചെയ്ത് നടക്കുക. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ കല്യാണമല്ല, ചിലപ്പോൾ കല്യാണത്തിന് മുന്നേ നമ്മുടെ പേരൻസ് നമ്മളെല്ലാ സ്ഥലത്തും വിടാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് തരണം എന്നില്ല. ചിലപ്പോൾ അത് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അത് ഓരോ പേഴ്സണെയും വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക, ഓരോ പേഴ്സണെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്കാണെങ്കിലും എന്നെപ്പോലെ ഒരുപാട് കുട്ടികളുണ്ടാവും. എനിക്ക് എല്ലായിടത്തും പോകാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് ആഫ്റ്റർ മാരേജ് ആണ് കേട്ടോ. അപ്പോൾ ബിഫോർ മാരേജ് ഒട്ടും സ്വാതന്ത്ര്യം തന്നില്ല എന്നല്ല പറയുന്നത്. പേരൻസ് അവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. കാരണം അവർക്ക് പേടിയുണ്ടാവും നമ്മൾ എവിടെയും പോയി നമുക്കെന്തെങ്കിലും പറ്റുമോ, അങ്ങനത്തെ ടെൻഷൻസും പേടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബിഫോർ മാരേജ് ആകുമ്പോൾ അങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ആ ഒരു ഇതൊക്കെ കിട്ടിയത് ആഫ്റ്റർ മാരേജ് ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ, ചെയ്യാൻ, പോവാനൊക്കെ. അപ്പം നമ്മളെ ഫ്രീഡം ഒന്നും പിന്നെ ആരും തരേണ്ടതുമല്ല, നമ്മൾ തന്നെ സ്വന്തം നേടിയെടുക്കേണ്ടതാണ്. അതായത് ഒരു പ്രായം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരാൾ തന്നെ പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ മിസ്റ്റേക്കാണ്. നമ്മളൊന്ന് മെച്ചുവർഡായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒന്ന് കുറേ ഇൻഡിപെൻഡൻ്റ് ആവാനും ശ്രമിക്കുക. അപ്പം ഞങ്ങളിന്ന് പോകുന്നത് വിഷയം മാറിപ്പോയില്ലേ. അപ്പം നമ്മൾ പോകുന്നത് ഇന്ന് വിലങ്ങാടേക്കാണ് കേട്ടോ. നമ്മുടെ കുറ്റ്യാടി, അതായത് കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിൽ വാണിമേൽ പഞ്ചായത്തിൽ വരുന്ന ഒരു ചെറിയ ഗ്രാമമാണ് കേട്ടോ വിലങ്ങാട്. അപ്പോൾ എന്താ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. സമാധാനം ആഗ്രഹിക്കുന്നവർ, പിന്നെ ഇതുപോലുള്ള അടിപൊളി കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു തിരക്കൊക്കെ ഒഴിഞ്ഞ് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു കൊച്ചു ഗ്രാമം. എന്താ പറയുക, നമ്മളവിടെ കയറിയപ്പോൾ തന്നെയുള്ള കാഴ്ചകൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഈ ഒരു ഗ്രാമത്തിനെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് തിരികക്കയം വാട്ടർഫാൾസിലാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ദൂരേന്ന് ഇങ്ങനെ സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് ആ ഒരു വിഷ്വൽ നമ്മളെ മുന്നിലേക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ രണ്ടാളും ശരിക്കും അമ്പരന്ന് പോയി. എന്നുവെച്ചാൽ
അത്ര അടിപൊളിയായിരുന്നു. ഇത്രയും സൂപ്പറായിരിക്കും എന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ടില്ല. എൻ്റെ കസിൻ പറഞ്ഞിട്ടാണ് ഞാനവിടെ പോയത്. അവളും പറഞ്ഞു അമ്പോ അടിപൊളിയാ. അങ്ങനെ നമ്മൾ കുറേ നേരം അതിങ്ങനെ നോക്കി നിന്നു കേട്ടോ. ഞങ്ങൾക്കത് കണ്ടപ്പം ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു ഫീലിങ്സൊക്കെയാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പം എനിക്ക് ഓർമ്മ വന്നത്. അപ്പം നമ്മളവിടെ കുറേ നേരം നിന്നു. നല്ല മഴയായിരുന്നേ. പിന്നെ നമ്മൾ വെള്ളത്തിലിറങ്ങാനൊന്നും നിന്നിട്ടില്ല. കാരണം നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പം നമ്മളെ വീട്ടുകാർ നമ്മളെ വിടുമ്പം നമ്മൾ സേഫായിട്ട് തിരിച്ചെത്താന്നുള്ളത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു വാക്കും കൂടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇറങ്ങാതിരിക്കുക. എത്ര അറിയുന്ന ആളുകളാണെങ്കിലും ചിലപ്പം പെട്ടെന്നൊരു വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അപകടമൊക്കെ ഉണ്ടാവും. അപ്പം ഞങ്ങളതുകൊണ്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ കുറേ നല്ല വഴുക്കലും ഉണ്ടായിരുന്നു കേട്ടോ. വഴുക്കലുള്ളതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ അങ്ങോട്ടേക്കേ ഇറങ്ങാൻ നിന്നില്ല കേട്ടോ, പാറേൻ്റെ സൈഡിലേക്കൊന്നും. നമ്മളാ ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ നിന്നിട്ട് ആ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു കേട്ടോ. ആ ഒരു സൗണ്ടും അത് വരുന്ന ആ ഒരു കാഴ്ചയൊക്കെ. എത്ര നേരം നമ്മളവിടെ നിന്നേന്ന് പറയാൻ പറ്റില്ല. അത്രയും നേരം നമ്മളവിടെ നിന്നിട്ടുണ്ട്. ഒന്നാമത് അവിടുത്തെ ആ ഒരു സമാധാനം, ആ ഒരു അന്തരീക്ഷം എല്ലാം കൊണ്ടും അവിടെ നമുക്ക് പോരാനേ തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എന്നാൽ പിന്നെ അവിടെ നിന്ന് തിരിക്കാമെന്ന് വിചാരിച്ചു. മഴ അധികമാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ വെല്ലങ്ങാടിൽ തന്നെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്കൊന്നിങ്ങനെ വണ്ടിയിൽ ചുറ്റാമെന്ന് വിചാരിച്ചു. ഉള്ളിലേക്കൊന്നും നമ്മൾ പോയില്ല കേട്ടോ. ഫോറസ്റ്റ് ഏരിയ അങ്ങോട്ടേക്കൊന്നും പോയില്ലേ. അപ്പോൾ പിന്നെ ആ വഴി തന്നെ നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് കോടമഞ്ഞ് മൂടിയ ഓരോ മലകളും കുന്നുകളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ റബ്ബർ അതൊക്കെയാണ് കൂടുതൽ കൃഷിയുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ അടുത്തത് ഹിൽ വ്യൂ റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വെലങ്ങാടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വയനാടും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയും ഒരുപോലെ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഡയറക്റ്റ് അതിർത്തി അല്ല കേട്ടോ. ഫുള്ള് വനവും കാടും മലയൊക്കെ ആയിട്ട് അങ്ങനെയുള്ള അതിർത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ഇവിടുന്ന് കണ്ണൂരേക്കോ വയനാടേക്കോ ഒന്നും പോകാൻ പറ്റില്ല. അത് നമ്മൾ ചുറ്റി തന്നെ പോകണം. പിന്നെ ഇവിടെയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ഒരു കൃഷിയിലൂടെയാണ് ഉപജീവനമാർഗം ഉള്ളത്. അപ്പോൾ നമ്മുടെ റബ്ബർ, പിന്നെ കുരുമുളക്, പിന്നെ അതായത് വയനാട്, കോഴിക്കോട്, കണ്ണൂർ ഈ ഒരു 3 ജില്ലകളിലെയും കാലാവസ്ഥ കൂടിയ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. എപ്പോഴും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ ചായ കുടിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പം നമ്മുടെ ലക്ഷ്യം ഹിൽ വ്യൂ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ എവിടുന്നെങ്കിലും തിരിച്ച് വരുന്ന വഴിക്ക് പൊതിച്ചോറ് കഴിക്കാമെന്നായിരുന്നു. കാരണം ചോറ് കഴിക്കാൻ ടൈം ആയിട്ടില്ലായിരുന്നു. പക്ഷേ നമുക്കവിടെ ചെന്നപ്പം അവിടെ സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വൈകുന്നേരമാണ് ഓപ്പൺ ആവുക. പക്ഷേ അവർ നല്ല സ്വഭാവമായിരുന്നേ. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരെന്നാൽ പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ ഇരുന്ന് കഴിച്ചോട്ടെ ചോദിച്ചപ്പോൾ കഴിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ അടിപൊളിയായിരുന്നു കേട്ടോ. ആ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു കാഴ്ച. ഫുള്ള് മഞ്ഞും മൂടൽ മഞ്ഞൊക്കെ ആയിട്ട്, മലേൻ്റെ മുകളിൽ മൂടൽ മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വന്ന രണ്ടാമത്തെ സ്പോട്ടും നമുക്ക് ഫ്ലോപ്പായില്ല. അതും അടിപൊളിയായിരുന്നു. സാധാരണ ഇങ്ങനെ ഹൈപ്പിട്ട് വരുന്ന സ്ഥലമൊന്നും നമുക്ക് ഇത്ര ഇത് കിട്ടാറില്ല. എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനെയെന്ന് പറയും പോലെ. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഇത് അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കഥ പറഞ്ഞ് ചോറൊക്കെ കഴിച്ചു. ചോറിനാണെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലായിരുന്നു. ആ ചമ്മന്തിൻ്റെയും ചിക്കൻ്റെയും ആ മസാലേൻ്റെയും വാഴയിലേൻ്റെയൊക്കെ. അങ്ങനെ ചോറും കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ നല്ല മഴ കിട്ടിയേ. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ എവിടെയാണ് കാണണ്ടേ എന്ന് നമുക്ക് പ്രത്യേകിച്ച് സ്ഥലമൊന്നും അറിയില്ലായിരുന്നു. അപ്പം ചുമ്മാ ഇങ്ങനെ വണ്ടി എടുത്തപ്പം നമ്മളവിടെ അടുത്തൊന്ന് 2 പേരോട് ചോദിച്ചു ഇനിയിപ്പോൾ എവിടെയാണ് കാണാനുള്ളതെന്ന്. അപ്പോൾ പുള്ളിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അത് എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല ആ ഒരു സ്ഥലം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു പാറ. അപ്പോൾ അതിൻ്റെ അടിയിലൊരു വീട്, അതിൻ്റെ അടിയിൽ തന്നെ തൊട്ടടിയിൽ തന്നെ ഒരു വീട് കേട്ടോ. നല്ല ഹൈറ്റിലുള്ള പാറയും. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ട് തിരിച്ച് വന്ന് നമ്മൾ പിന്നെ മഴയൊക്കെ വന്നപ്പം വെയിറ്റിംഗ് ഷെഡിലിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്രേനെ പറ്റിയായിരുന്നു ഫുള്ള് പറഞ്ഞത്. മൈൻഡ് നല്ല രീതിയിൽ റിഫ്രഷായി. നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു. ഈ ഒരു യാത്രയിൽ നമ്മൾ ഫുള്ള് ചിരിയായിരുന്നു കേട്ടോ. ഓരോ മണ്ടത്തരങ്ങൾ പറയും. ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് എൻ്റെ എല്ലാ മണ്ടത്തരങ്ങളും പറയുന്നത് അവളോടാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുമ്പോൾ തന്നെ. അപ്പോൾ അവളാണെങ്കിൽ ഒരു 10-24 വർഷത്തെ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ആളെൻ്റെ കസിനും കൂടിയാണ്. അതായത് എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ്റെ മോളും കൂടിയാണ്. പക്ഷേ ഞങ്ങൾ ഫ്രണ്ട്സുമാണ്. അന്ന് തൊട്ടേ ഞങ്ങൾ ഒരു 3-4 വയസ്സ് തൊട്ടേ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ. ഇപ്പോൾ സ്കൂളിലാണെങ്കിലും ഒക്കെ.
അപ്പോൾ പിന്നെ നമ്മൾ ഓരോ പഠിത്തം പിന്നെ എൻ്റെ കല്യാണം അങ്ങനെ അതിന് മുന്നേ ഞാൻ ഹോസ്റ്റലിൽ അവൾ ഹോസ്റ്റലിൽ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കുറേ അകന്ന് പോയെങ്കിലും ഇപ്പോഴും നമ്മൾ ആ ഒരു റിലേഷൻ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു റിലേഷനിലെ ഇപ്പോഴുള്ളൊരു കാര്യം. ആ കഥയും വിശേഷമൊക്കെ പറഞ്ഞു വീഡിയോ ഒരുപാട് ലോങ് ആയി പോയില്ലേ. അപ്പം ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് ഏകദേശം കഴിയാനായി കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് മുടിക്കൽ പാലത്തിൻ്റെ അടുത്ത് നിന്ന് ചായ കുടിക്കാൻ പോകുന്ന വഴിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വിശക്കുന്നൊന്നുമില്ലായിരുന്നു. എന്നാലും അവിടുന്ന് ഒരു ചായ കുടിക്കാൻ, നല്ല മഴയും തണുപ്പും ഒക്കെ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളൊരു ചായയും ഒരു നല്ല ചൂട് പത്തലും കഴിച്ചു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് അവൾ നേരെ വയനാട്ടിലേക്കും ഞാൻ നേരെ വീട്ടിലേക്കും പോയി. അങ്ങനെ ഒരുപാട് ഓർമ്മകളുമായിട്ട് ഇന്നത്തെ ട്രിപ്പും അവസാനിച്ചു കേട്ടോ.